ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ചാറ്റ് ബോട്ട്സിലുള്ള ചാറ്റ് ബോട്ട് ടൈമർ എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ചാറ്റ് ബോട്ട് ടൈമർ എന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഓട്ടോമേഷൻസ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ ചാറ്റ് ബോട്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് മുകളിലായിട്ട് ഇവിടെയാണ് ചാറ്റ് ബോട്ട് ടൈമർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ചാറ്റ് ബോട്ട് ടൈമർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുക. ഇവിടെ ഇഫ് യൂസർ ഡസ് നോട്ട് റിപ്ലൈ മോർ ദാൻ 30 minutes ദി ചാറ്റ് ബോട്ട് വിൽ എൻഡ് ഓട്ടോമാറ്റിക്കലി എന്നുള്ളത്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കൊരു കസ്റ്റമർ ഹായ് അയച്ചു, അവിടെ ഒരു ചാറ്റ് ബോട്ട് ഇനീഷ്യേറ്റ് ആയി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ കസ്റ്റമർ ആ ചാറ്റ് ബോട്ട് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കാം. പകുതി വെച്ചിട്ട് അവർ സ്റ്റോപ്പ് ചെയ്ത് ബാക്കുള്ള എങ്ങോട്ടെങ്കിലും പോയി എന്ന് വിചാരിക്കാം. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് 30 minutes വരെ 30 minutes വരെ ഡിഫോൾട്ടായിട്ട് 30 minutes വരെ ഇത് വെയിറ്റ് ചെയ്യും. 30 minutiനുള്ളിൽ കസ്റ്റമർ അത് വീണ്ടും വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കസ്റ്റമർ വീണ്ടും അത് വന്ന് അത് ബാക്കി കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ചാറ്റ് ബോട്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി എൻഡായി പോകും. പിന്നെ അവരെന്ത് ചെയ്യേണ്ടി വരും, ഹായ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കീവേഡ് എന്താണോ ആ കീവേഡ് ടൈപ്പ് ചെയ്ത് വീണ്ടും ഒന്നേന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഇതിന് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഈ 30 minutes എന്നുള്ളത് 1440 ആക്കി കൊടുക്കുക, മാക്സിമം ടൈം. അതായത് 24 hours എന്നുള്ള രീതിയിലാക്കി കൊടുക്കുക. അപ്പം 24 hours വരെ എന്ത് ചെയ്യും, ഈ ചാറ്റ് ബോട്ട് എൻഡ് ആവാതെ വെയിറ്റ് ചെയ്യും. അപ്പം അതിൻ്റെ ഇടയിൽ കസ്റ്റമർ എപ്പം വേണമെങ്കിലും വന്നിട്ട് വീണ്ടും അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ താഴെ തന്നെ ഇവിടെ എനേബിൾ എക്സിറ്റ് ചാറ്റ് ബോട്ട് നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഡിഫോൾട്ട് ആയിട്ടൊരു മെസ്സേജ് വരും. പ്ലീസ് ടൈപ്പ് ഓർ സെലക്ട് ഫ്രം ദി ഓപ്ഷൻ അബവ് ഇഫ് യു വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ എൽസ് ദിസ് കോൺവെർസേഷൻ വിൽ റീസെറ്റ് ആൻഡ് യു മേ ഹാവ് ടു ഷെയർ യുവർ റെസ്പോൺസ് അഗെയിൻ. അതായത് നമ്മൾ മുകളിൽ കൊടുത്ത ആ ഓപ്ഷൻസ് എന്താണോ അത് അതേപടി അവർ ഫോളോ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഇൻ കേസ് അവർ കോൺവെർസേഷൻ ഒന്നും എന്താ പറയുക റിപ്ലൈ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺവെർസേഷൻ എന്ത് ചെയ്യും, റീസെറ്റ് ആവും. റീസെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വീണ്ടും ഒന്നേന്ന് പറഞ്ഞിട്ട് റെസ്പോൺസ് ചെയ്യേണ്ടി വരും. ഇത് എപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് എക്സിറ്റ് ചാറ്റ് ബോട്ട് നോട്ടിഫിക്കേഷൻ വിൽ ഷോ 5 minutes ബിഫോർ ദി ചാറ്റ് ബോട്ട് എൻഡ്സ്. അതായത് എപ്പോഴാണോ ആ ചാറ്റ് ബോട്ട് എൻഡ് ആവുന്നത്, ഓട്ടോമാറ്റിക്കലി എൻഡ് ആവുന്നത്, അതിന്റെ 5 minutes മുന്നേ ഈ ഒരു മെസ്സേജ് കാണിക്കും. ഈ 5 minutes എന്നുള്ളതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം, 6 ആക്കി കൊടുക്കാം, 10 ആക്കി കൊടുക്കാം, ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് ചെയ്തതിന് ശേഷം ഇതിവിടെ സേവ് ചെയ്യാം. അപ്പൊ ഇതാണ് ചാറ്റ് ബോട്ട് ടൈമർ എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടിയിലുള്ള ആ ഒരു ഓപ്ഷന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.